ലീനിയർ പ്രോഗ്രാമിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ 2 പ്രോബ്ലംസും കൂടെ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുകയാണ്. എസ്സേ ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് ഈ ലീനിയർ പ്രോഗ്രാമിങ്ങിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഡ്രോ ലൈൻസ് കറസ്പോണ്ടിങ് ടു ദ ഇക്വേഷൻസ്. അതായത് താഴെ തന്നിട്ടുള്ള ഈ ഒരു ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ലൈൻസ് വരയ്ക്കുക. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ലീനിയർ പ്രോഗ്രാമിങ് ചെയ്തപ്പോൾ ഒരു ഗ്രാഫ് വരച്ചിരുന്നു. ആ ഗ്രാഫ് വരയ്ക്കാനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇക്വേഷൻസ് ഇവിടെ നമ്മൾ ഈക്വാലിറ്റിയിലേക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടല്ല, ഡയറക്റ്റ് ആയിട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നമുക്ക് ഇക്വേഷൻസ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലെങ്കിൽ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, 3x + 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ഇങ്ങനെയാണ് ഇക്വേഷൻസ് എന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? ആ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാറ്റിയിട്ട് അതിന് പകരം അവിടെ ഈക്വൽ ടു ആക്കിയിട്ട് ഇക്വേഷൻ എഴുതേണ്ടി വന്നിരുന്നു. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് എക്സ് ഈക്വൽ ടു 0, പിന്നെ വൈ ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 3, വൈ ഈക്വൽ ടു 2, 3x + 4y ഈക്വൽ ടു 12. ഈ ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കേണ്ടത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0 ഇത് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയുണ്ടാവും. നമ്മൾ എങ്ങനെയാണ് സാധാരണ വരയ്ക്കൽ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ x1 x2 എന്നെടുക്കുന്നതിന് പകരം വേണമെങ്കിൽ നമുക്ക് എക്സ് എന്നും വൈ എന്നും എടുക്കാം. അപ്പോൾ x1 എന്ന് പറയുന്നതാണ് എക്സ്, x2 എന്ന് പറയുന്നതാണ് വൈ. അപ്പോൾ എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ എങ്ങനെയാണോ ഒരു ഗ്രാഫ് വരയ്ക്കൽ, ആ ഗ്രാഫിൽ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുന്നതാണ് എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0 എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരൊറ്റ ഗ്രാഫിലാണ് ഇത് മൊത്തം വരയ്ക്കേണ്ടത്, ഓരോന്നും സെപ്പറേറ്റ് അല്ല വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ എക്സ് ഈക്വൽ ടു 0 ഇത് എങ്ങനെയാണ് വരയ്ക്കുക? എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഇതാണ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നമ്മൾ ഈ വരയ്ക്കുന്നതാണ് എക്സ് ഈക്വൽ ടു 0. അടുത്തത് വൈ ഈക്വൽ ടു 0. വൈ ആക്സിസ് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? ഇങ്ങനെ വരയ്ക്കുന്നതാണ് വൈ ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0 വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നമ്പേഴ്സ് അടയാളപ്പെടുത്തണം. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് നമ്പേഴ്സാണ് വരയ്ക്കാനുള്ളത്. അപ്പോൾ ഇതിൽ 3 ഉണ്ട്, 2 ഉണ്ട്, 12 ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഈ ഒരു ഗ്രാഫിലാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 1 തൊട്ട് 12 വരെയുള്ള നമ്പേഴ്സ് ഈ ഗ്രാഫിൽ അടയാളപ്പെടുത്തണം. അപ്പോൾ ആദ്യം അത് അടയാളപ്പെടുത്തുക. 1 ഇതെപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. 1 2 3 4 5 6 7 8 9 10 11 12. എക്സ് ആക്സിസിൽ 12 വരെ അടയാളപ്പെടുത്തി. ഇതന്നെ എന്ത് ചെയ്യണം? വൈ ആക്സിസിലും അടയാളപ്പെടുത്തണം. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും നമ്മൾ എന്തടയാളപ്പെടുത്തി? നമ്പേഴ്സ് അടയാളപ്പെടുത്തി. ഞാനിവിടെ കുറച്ച് മുകളിലേക്ക് വരച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കൊള്ളാത്തതുകൊണ്ടാണ് മുകളിലേക്ക് വരച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് സ്കെയിലൊക്കെ വെച്ചിട്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം. അപ്പോൾ നമ്മൾ എക്സ് ഈക്വൽ ടു 0യും വരച്ചു, വൈ ഈക്വൽ ടു 0യും വരച്ചു. ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് എക്സ് ഈക്വൽ ടു 3. അതായത് എക്സ് ആക്സിസ് എത്രയാണ്? എക്സ് 3 ആണ്. എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ് എക്സ് ആക്സിസ്. ഈ പോകുന്നതാണ് എക്സ് ആക്സിസ്. എക്സ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ ഇതാണ് 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള പോയിന്റ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ 3യിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ഒരു ലൈന് വരയ്ക്കുക. ഈ ലൈനാണ് എന്തെന്ന് പറഞ്ഞത്? എക്സ് ഈക്വൽ ടു 3. എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന ലൈനാണ് ഇത്. അടുത്തത് നമ്മൾ വരയ്ക്കേണ്ടത് വൈ ഈക്വൽ ടു 2. വൈ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ് വൈ ആക്സിസ്. അപ്പോൾ ഇതിൽ 2 ആണ് പറയണേ. അപ്പോൾ 2 നമ്മൾ അടയാളപ്പെടുത്തിയത് ഇവിടെയാണ്. അപ്പോൾ വൈ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ നമ്മൾ വരയ്ക്കേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ
y ഈക്വൽ ടു 2 എന്ന് പറയുന്ന ലൈന്. ഇനി അടുത്തത് 3x പ്ലസ് 4y ഈക്വൽ ടു 12. 3x പ്ലസ് 4y ഈക്വൽ ടു 12 എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എങ്ങനെ വരയ്ക്കുക? 3x പ്ലസ് 4y ഈക്വൽ ടു 12. ഇത് നമ്മൾ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത പോലെ ചെയ്യണം. എങ്ങനെയാണ്? ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ x1ഉം x2 എടുത്ത് ചെയ്തപ്പോൾ എന്താ ചെയ്തിരുന്നത്? ആദ്യം നമ്മൾ x1 0 ആക്കിയിട്ട് പോയിൻറ്റ്സ് കണ്ടുപിടിക്കും. പിന്നെ നമ്മൾ x2 0 ആക്കിയിട്ട് പോയിൻറ്റ്സ് കണ്ടുപിടിക്കുമായിരുന്നു. അതേപോലെ ഇവിടെ ആ x1നും x2നും പകരം xും y ആണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 3x പ്ലസ് 4y ഈക്വൽ ടു 12 ചെയ്യാൻ ആദ്യം x നമ്മൾ 0 ആക്കി എടുത്തിട്ട് പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക. പിന്നെ നമ്മൾ y 0 ആക്കി എടുത്തിട്ട് പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ രണ്ട് പോയിൻറ്റ്സും ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിട്ട് അത് പോയിൻറ്റ്സുകൾ ചേർത്ത് വരയ്ക്കുക. അതാണ് 3x പ്ലസ് 4y ഈക്വൽ ടു 12 എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരിക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ 3x പ്ലസ് 4y ഈക്വൽ ടു 12. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഈ എക്സിനെ 0 ആക്കി എടുക്കും. എക്സ് 0 ആവുമ്പോൾ 3 ഇൻറ്റു 0 പ്ലസ് 4y ഈക്വൽ ടു 12. 3 ഇൻറ്റു 0 0 ആണ്. അപ്പോൾ 4y ഈക്വൽ ടു 12 ആവും. y ഈക്വൽ ടു 12/4. y ഈക്വൽ ടു 12/4 എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 3 ആണ് കിട്ടുക. അപ്പോൾ നമ്മുടെ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് x 0 ആവുമ്പോൾ y എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 ആയിരിക്കും. x 0 ആവുമ്പോൾ y 3 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമുക്ക് കിട്ടി. എത്രയാണ്? 0 3. ഇനി നമ്മൾ എക്സിനെ മാത്രമേ ഇവിടെ 0 ആക്കി എടുത്തിട്ടുള്ളൂ. ഇനി എന്ത് ചെയ്യണം? വൈനെ 0 ആക്കി എടുക്കണം. y ഈക്വൽ ടു 0. y ഈക്വൽ ടു 0 ആകുമ്പോൾ ഇക്വേഷൻ എങ്ങനെയാവും? 3x പ്ലസ് 4 ഇൻറ്റു y. 4y എന്നുള്ളിടത്ത് y 0 ആക്കുമ്പോൾ 4 ഇൻറ്റു 0 ഈക്വൽ ടു 12. 3x പ്ലസ് 4 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ 3x ഈക്വൽ ടു 12. x ഈക്വൽ ടു 12/3. 12/3 എത്രയാണ്? 4. അപ്പോൾ നമുക്ക് അടുത്ത പോയിൻറ്റ്സ് കിട്ടി. അതായത് y 0 ആവുമ്പോൾ x എന്ന് പറയുന്നത് 4 ആണ്. നമ്മൾ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് എങ്ങനെയായിരുന്നു? ആദ്യം x1 എഴുതണം, പിന്നെയാണ് x2 എഴുതേണ്ടത്. അതേപോലെ തന്നെയാണ് ഇവിടെ. ആദ്യം എഴുതേണ്ട പോയിൻ്റ് x ആണ്, പിന്നെയാണ് നമ്മൾ y എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ y 0 ആക്കി എടുക്കുമ്പോൾ x കിട്ടുന്നത് 4 ആണ്. അപ്പോൾ 4 0. ഇതാണ് രണ്ടാമത്തെ പോയിൻ്റ്. 4 x-ൻ്റെയാണ്, 0 y-ൻ്റെയാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? ഈ രണ്ട് പോയിൻറ്റ്സുകളും നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ട പോയിൻറ്റ്സ് ഒന്ന് 0 3യും ഒന്ന് 4 0യും ആണ്. 0 3 എന്ന് പറഞ്ഞാൽ x ആക്സിസിൽ 0. x ആക്സിസിൽ 0 ഇവിടെയാണ് വരുന്നത്. 3 വൈയിൽ 3. അപ്പോൾ 0 3 എന്ന് പറഞ്ഞാൽ y ആക്സിസ് എന്ന് പറയുന്നത് ഇതല്ലേ? ഇതിലാണ്, ഇവിടെയാണ് 3 വരുന്നത്. അപ്പോൾ 0 3 എന്ന് പറഞ്ഞ പോയിൻ്റ് എവിടെയാണ് വരിക? ഇവിടെയാണ് 0 3 എന്ന് പറഞ്ഞിട്ടുള്ള പോയിൻ്റ് വരിക. പിന്നെ അടുത്തത് നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ടത് 4 0. എക്സ് ആക്സിസിൽ 4. ഇതാണ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ 4 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വരുന്നത്. y ആക്സിസ് 0 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 4 0 എന്ന് പറയുന്ന പോയിൻ്റ്. അപ്പോൾ 0 3 എന്ന് പറയുന്ന പോയിൻറ്റും 4 0 എന്ന് പറയുന്ന പോയിൻറ്റും നമ്മൾ അടയാളപ്പെടുത്തി. ഇനി എന്ത് ചെയ്യുക? ഇതിനെ തമ്മിൽ ചേർത്ത് വരയ്ക്കുക. ഈ ലൈനുകളെ തമ്മിൽ ചേർത്ത് വരയ്ക്കുക. അപ്പോൾ ഈ വരച്ചിട്ടുള്ള ലൈനാണ് ഏതിൻ്റെ ലൈന്? 3x പ്ലസ് 4y ഈക്വൽ ടു 12. നമ്മളിപ്പോൾ ഈ ലാസ്റ്റ് വരച്ചിട്ടുള്ള ഈ ലൈനാണ് 3x പ്ലസ് 4y ഈക്വൽ ടു 12ൻ്റെ ലൈന്. ഇനി ഇങ്ങനെ ഒരു ഗ്രാഫാണ് നിങ്ങളോട് വരയ്ക്കാൻ പറയുന്നതെങ്കിൽ നമ്മൾ ഓരോ ലൈനിൻ്റെയും അടുത്ത് അത് ഏത് ഇക്വേഷനെ സൂചിപ്പിക്കുന്നതാണെന്നും കൂടെ എഴുതി വെക്കണം കേട്ടോ. ഞാനിപ്പോൾ ഈ x ഈക്വൽ ടു 3 എന്നുള്ളത് ഈ ലൈനിൽ എഴുതിയിട്ടുണ്ട്. y ഈക്വൽ ടു 2 എന്നുള്ളത് ഇതാ ഈ ലൈനിലും എഴുതിയിട്ടുണ്ട്. പിന്നെ 3x പ്ലസ് 4y എന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ ലാസ്റ്റ് വരച്ച ഈ ലൈനിൻ്റെ അടുത്തുകൂടി എഴുതണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്രോബ്ലത്തിൽ ചെയ്യാൻ.
അപ്പോൾ എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി വരയ്ക്കുന്ന എക്സ് ആക്സിസും വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ വൈ ആക്സിസുമാണ്. എക്സ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ എക്സിൽ നമ്മൾ എവിടെയാണോ 3 അടയാളപ്പെടുത്തിയത് അവിടുന്ന് മുകളിലേക്ക് ഒരു വര വരയ്ക്കുക. വൈ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ വൈയിൽ എവിടെയാണോ 2 ഉള്ളത് അവിടെ നിന്ന് നേരെ ഒരു വര വരയ്ക്കുക. പിന്നെ 3x + 4y ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എക്സിന് 0 ഇട്ട് കൊടുത്തിട്ട് ഒരു പോയിന്റ് കണ്ടുപിടിക്കണം. പിന്നെ വൈക്ക് 0 ഇട്ടിട്ട് പോയിന്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ 2 പോയിന്റുകൾ അടയാളപ്പെടുത്തിയിട്ട് അത് ചേർത്ത് വരയ്ക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ലൈനാണ് 3x + 4y = 12 എന്നുള്ള ലൈന്. അപ്പോൾ ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം കൂടെ നോക്കാനുണ്ട്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇൻഡിക്കേറ്റ് ഓൺ എ ഗ്രാഫ് പേപ്പർ ദ റീജിയൻ സാറ്റിസ്ഫൈങ് ദ ഫോളോവിങ് കൺസ്ട്രെയിൻസ്. അപ്പോൾ താഴെ തന്നിട്ട് ഉള്ള കുറച്ച് കൺസ്ട്രെയിൻസ്, ആ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയന് നമ്മളോട് വരയ്ക്കാനാണ് പറയുന്നത്. അത് ആ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫീസിബിൾ റീജിയനാണ്. നമ്മൾ ഗ്രാഫ് വരച്ചിട്ട് അതിൽ ഫീസിബിൾ റീജിയന് മാർക്ക് ചെയ്യായിരുന്നു. അതാണ് നമ്മളോട് ചെയ്യാൻ പറയുന്നത്. പിന്നെ താഴെ കൊടുത്തിട്ടുണ്ട് എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞതാണ് എന്ത്? നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞത്. നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞതാണ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് എപ്പോഴും 0യോ 0യ്ക്ക് മുകളിലോ ആയിരിക്കും, നെഗറ്റീവ് വരില്ല. ഇതാണ് നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ്. പിന്നെ മറ്റുള്ള കൺസ്ട്രെയിൻസുകൾ കൊടുത്തിട്ടുള്ളത് 2x + y <= 20, x + 2y <= 20. ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ x1 x2 എന്ന് പറഞ്ഞിട്ടായിരുന്നു പ്രോബ്ലം ചെയ്തിരുന്നത്. ഇവിടെ എക്സും വൈയും വെച്ചിട്ടാണ് പ്രോബ്ലം ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ് വൈ ആണ് തരുന്നത് എന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ് വൈ വെച്ചിട്ടുള്ളതായിരിക്കും തരിക, അല്ലെങ്കിൽ x1 x2 വെച്ചിട്ടുള്ളതാവും തരിക. എങ്ങനെയാണെങ്കിലും നമ്മൾ ചെയ്യുന്നതൊക്കെ എങ്ങനെ തന്നെയാണ്, ഒരേപോലെയാണ്. x1 എന്നുള്ളിടത്ത് x ആവും, x2 എന്നുള്ളിടത്ത് y ആവും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അണ്ടർ ദി എബവ് കണ്ടീഷൻ മാക്സിമൈസ് ദി ഫംഗ്ഷൻ x + 3y. എന്താണ്? ഇതൊരു മാക്സിമൈസേഷൻ പ്രോബ്ലമാണ്. നമ്മളോട് x + 3y എന്നുള്ള ഈ ഒരു ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഈ x + 3y എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈ x + 3y ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇത് മാക്സിമൈസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേപോലെ തന്നെയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആദ്യം നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കൺസ്ട്രെയിൻസും ഒക്കെ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ തന്നിട്ടുള്ള കൺസ്ട്രെയിൻസ് എങ്ങനെയാണ്? ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടല്ല തന്നിട്ടുള്ളത്. എങ്ങനെ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ നമ്മൾ ഈക്വൽ ടു ആക്കിയിട്ട് എഴുതണം. അപ്പോൾ ഈ എക്സിൻ്റെയും വൈൻ്റെയും ഞാൻ പറഞ്ഞു, അത് എല്ലാ പ്രോബ്ലത്തിലും എങ്ങനെയായിരിക്കും? ഗ്രേറ്റർ ദാൻ ആയിരിക്കും. 0യോ 0യ്ക്ക് മുകളിലുള്ള വാല്യൂ ആയിരിക്കും എക്സിനും വൈക്കും ഉണ്ടായിരിക്കുക. നമ്മൾ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് ഈ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ്, നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് അല്ലാത്ത ഈ ഇക്വേഷനിലുള്ള ഈ 2 കൺസ്ട്രെയിൻസ് ഇതിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ അതോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഫീസിബിൾ റീജിയൻ അടയാളപ്പെടുത്തേണ്ടത്. ഈ എക്സും വൈയും എപ്പോഴും എങ്ങനെ തന്നെയായിരിക്കും? എല്ലാ പ്രോബ്ലത്തിലും ഗ്രേറ്റർ ദാൻ ആയിരിക്കും. ഫീസിബിൾ റീജിയൻ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് ഈ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻറ്റ് അല്ലാത്ത ഈ തന്നിട്ടുള്ള ഈ 2 കൺസ്ട്രെയിൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫീസിബിൾ റീജിയൻ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഈ ഫീസിബിൾ റീജിയൻ അടയാളപ്പെടുത്തുമ്പോൾ ഇതിൽ രണ്ടിലും എങ്ങനെയാണ്? ലെസ് ദാൻ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ലൈൻസിൻ്റെ താഴെയുള്ള ഭാഗമായിരിക്കും നമ്മുടെ ഫീസിബിൾ റീജിയൻ. ഇത് ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞു എന്നുള്ളൂ. നമുക്കിനി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുമ്പോൾ നോക്കാം.
അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ പ്രോബ്ലം ചെയ്യണമെങ്കിൽ അത് എങ്ങനെയാക്കി മാറ്റണം, ഈക്വൽ ടു ആക്കി മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യുക, എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0, 2x പ്ലസ് വൈ ഈക്വൽ ടു 20, എക്സ് പ്ലസ് 2y ഈക്വൽ ടു 20. ഞാൻ ഇക്വേഷൻ ഈ കൺസ്ട്രെയിൻസിനെ എല്ലാത്തിനെയും ഞാൻ ഈക്വൽ ടു ആക്കി എഴുതിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇതിൽ ഈ എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0 അതൊക്കെ അതിൽ നമുക്കൊന്നും കണ്ടുപിടിക്കാനില്ല. അടുത്ത 2x പ്ലസ് വൈ, 2x പ്ലസ് വൈ ഈക്വൽ ടു 20 ഇത് നമ്മൾ എങ്ങനെയാണ് ഗ്രാഫിൽ വരയ്ക്കുക, എക്സ് ഈക്വൽ ടു 0 നമുക്കറിയാം വരയ്ക്കാൻ. അത് നമ്മൾ വരയ്ക്കുന്ന എക്സ് ആക്സിസ് ആണ് എക്സ് ഈക്വൽ ടു 0. വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന വൈ ആക്സിസ് ആണ്. പക്ഷേ ഈ 2x പ്ലസ് വൈ ഈക്വൽ ടു 20 നമ്മൾ എങ്ങനെയാണ് ഗ്രാഫിൽ വരയ്ക്കുക, അത് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം എക്സിന് 0 കൊടുത്തിട്ടും പിന്നീട് വൈക്ക് 0 കൊടുത്തിട്ടും 2 പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, എക്സിന് 0 കൊടുത്ത് ചെയ്ത് നോക്കുക. അപ്പോൾ 2x പ്ലസ് വൈ ഈക്വൽ ടു 20 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എക്സ് 0 ആക്കി എടുത്തു. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാവും വരിക, 2 ഇൻറ്റു 0 പ്ലസ് വൈ ഈക്വൽ ടു 20. അപ്പോൾ 2 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 ആണ്, വൈ ഈക്വൽ ടു 20 എന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് നമുക്ക് കിട്ടി, എക്സ് 0 ആവുമ്പോൾ വൈ എന്ന് പറയുന്നത് എന്താണ്, 20 ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ്. അപ്പോൾ എക്സ് ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ എക്സിനെ എന്ത് ചെയ്തു, 0 ആക്കി എടുത്തു. ഇനി നമ്മൾ വൈനെ 0 ആക്കി എടുക്കണം. വൈ 0 ആവുമ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് 2x പ്ലസ് വൈ എന്നുള്ളിടത്ത് വൈ എത്രയാണ്, 0 ആണ്. അപ്പോൾ 2x പ്ലസ് 0 ഈക്വൽ ടു 20. അപ്പോൾ 2x പ്ലസ് 0 എന്നുള്ളത് നമ്മൾ നോക്കണ്ട, 2x ഈക്വൽ ടു 20, എക്സ് ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 2. 20 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ എത്ര കിട്ടുക, 20 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ 10 എന്ന് കിട്ടും. അപ്പോൾ വൈ 0 ആവുമ്പോൾ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്, 10 ആണ്. നമ്മൾ എഴുതുമ്പോൾ മാറിപ്പോവരുത്, ആദ്യം എക്സ് എഴുതണം പിന്നെ വൈ എഴുതണം. ആദ്യം എക്സ് പിന്നെ വൈ ആണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തത് എന്തൊക്കെയാണ്, ആദ്യം നമ്മൾ ഈ ഇക്വേഷനിൽ എക്സ് 0 ആക്കി എടുത്തു. എക്സ് 0 ആക്കി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 0, 20 ആണ്. വൈ 0 ആക്കി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 10ഉം 0യുമാണ്. അപ്പോൾ ഈ ലൈന് വരയ്ക്കാനുള്ള പോയിൻറ്റ്സ് നമുക്ക് കിട്ടി. 2x പ്ലസ് വൈ ഈക്വൽ ടു 20 എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് 2 പോയിൻറ്റ്സ് കിട്ടി. ഇനി ഇതേപോലെ അടുത്ത ഇക്വേഷനും നമ്മൾ കണ്ടുപിടിക്കണം. എക്സ് പ്ലസ് 2y ഈക്വൽ ടു 20 ഇതാണ് അടുത്ത ഇക്വേഷൻ. ഇതിനും എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ എക്സിനെ 0 ആക്കി എടുക്കണം, പിന്നെ വൈനെ 0 ആക്കി എടുക്കണം. അപ്പോൾ ആദ്യം എക്സ് 0 ആക്കി എടുക്കുമ്പോൾ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും, 0 പ്ലസ് 2y ഈക്വൽ ടു 20. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2y എന്ന് പറയുന്നത് 20 ആണ്. y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ എത്ര കിട്ടുക, 10 എന്ന് കിട്ടും. അപ്പോൾ എക്സ് 0 ആവുമ്പോൾ വൈ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ്റെ ഫസ്റ്റത്തെ പോയിൻ്റ് നമുക്ക് കിട്ടി. ഇനി എക്സ് 0 ആക്കി എടുത്തു, നെക്സ്റ്റ് നമ്മൾ വൈനെ 0 ആക്കി എടുക്കണം. വൈ 0 ആക്കി എടുക്കുമ്പോൾ എക്സ് പ്ലസ് 2 ഇൻറ്റു 0, വൈ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 2y എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 0 ഈക്വൽ ടു 20. അപ്പോൾ എക്സ് 2 ഇൻറ്റു 0 0 ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 20 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ പോയിൻറ്റ്സ് കിട്ടി. വൈ 0 ആവുമ്പോൾ എക്സ് എന്ന് പറയുന്നത് 20 ആണ്. ആദ്യം എന്തെഴുതണം, എക്സ് എഴുതണം, പിന്നെയാണ് വൈ എഴുതേണ്ടത്. അത് എഴുതുമ്പോൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഗ്രാഫ് വരയ്ക്കുന്നതൊക്കെ തെറ്റും. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ വെച്ചിട്ടും പോയിൻറ്റ്സുകൾ കിട്ടി. ഫസ്റ്റ് ഇക്വേഷൻ്റെത് 0, 20, അടുത്ത ഇക്വേഷൻ്റെത് 10, 0. പിന്നെ നമുക്ക് കിട്ടിയ പോയിൻ്റ് ഒന്ന് 0, 10ഉം പിന്നെ ഒന്ന് 20, 0യും. അപ്പോൾ പോയിൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇനി നമ്മൾ ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് അടയാളപ്പെടുത്താനുള്ള പോയിൻറ്റ്സ് 20, 10, 10, 20 ഇത്രയും പോയിൻറ്റ്സാണ് അടയാളപ്പെടുത്താനുള്ളത്. അപ്പോൾ ചെറിയ വാല്യൂസ് ആയതുകൊണ്ട് നമുക്ക് 5, 10, 15 അങ്ങനെ കൊടുക്കുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക,
നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ലൈൻസ്, ഈ തന്നിട്ടുള്ള ഈ എല്ലാ ഇക്വേഷനും നമ്മൾ ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, x = 0. x = 0 എന്ന് പറഞ്ഞാൽ എങ്ങനെ വരയ്ക്കുക? ഇതാണ് x = 0. y = 0 എന്ന് പറഞ്ഞാൽ ഇതാണ് y = 0. ഇനി അടുത്ത ഈ രണ്ട് പോയിൻറ്റ്സ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ, ഇക്വേഷൻ 1ൻ്റെ ലൈൻ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്പേഴ്സ് അടയാളപ്പെടുത്തുക. ഞാനിപ്പോൾ 5, 10, 15, 20, 25, 30 ഇങ്ങനെ നമ്പേഴ്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയും 5, 10, 15, 20, 25, 30 ഇങ്ങനെ നമ്പേഴ്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് വരയ്ക്കാനുള്ള പോയിൻ്റ് 0, 20 ആണ്. 0, 20 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ആക്സിസിൽ 0, വൈ ആക്സിസിൽ 20. അപ്പോൾ ഇതാണ് എന്ത്? 0, 20 എന്ന് പറയുന്ന പോയിൻ്റ്. അടുത്ത വരയ്ക്കാനുള്ള പോയിൻ്റ് 10, 0 ആണ്. 10, 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ആക്സിസിൽ 10, വൈ ആക്സിസിൽ 0. അപ്പോൾ ഇതാണ് 10, 0 എന്ന് പറയുന്ന പോയിൻ്റ്. പിന്നെ നമുക്ക് വരയ്ക്കാനുള്ളത് ഏതാണ്? 0, 10ഉം 20, 0ഉം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ്റെ രണ്ട് ലൈൻ പോയിൻറ്റ്സ് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ചേർത്ത് ലൈന് വരയ്ക്കുക. പിന്നെ അടുത്തത് നമുക്ക് 0, 10ഉം 20, 0ഉം. അപ്പോൾ 0, 10 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ 0, വൈ ആക്സിസിൽ 10. ഈ പോയിൻ്റാണ് എന്തെന്ന് പറഞ്ഞത്? 0, 10 എന്ന് പറയുന്ന പോയിൻ്റ് ഇതാണ്. പിന്നെ അടുത്തത് 20, 0 ആണ് വരയ്ക്കേണ്ടത്. 20, 0 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ 20, വൈ ആക്സിസിൽ 0. അപ്പോൾ 20, 0 എന്ന് പറയുന്ന പോയിൻ്റ് ഇതാണ്. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ്റെ രണ്ട് പോയിൻറ്റ്സ് വരച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുക? ചേർത്ത് വരയ്ക്കുക. അപ്പം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഇക്വേഷൻസിനും നമ്മൾ ലൈന് വരച്ചു. ഈ ലൈൻസിൻ്റെ അടുത്ത് തന്നെ ലൈൻസിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഇക്വേഷൻ എഴുതി വയ്ക്കണം. ഞാനിപ്പോൾ ഇതിൽ ഇക്വേഷൻ എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കോർണർ പോയിൻറ്റ്സ് എടുക്കുമ്പോൾ ഡൗട്ട് വരും എന്നുള്ളതുകൊണ്ടാണ്. ശരിക്കും ഞാൻ എഴുതിയത് കാണാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എഴുതാത്തത്. ഈ ഓരോ ലൈനിൻ്റെ അടുത്ത് എന്ത് ചെയ്യണം? ആ ലൈൻസിൻ്റെ ഇക്വേഷൻ എഴുതി വെക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇനി? ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കണം. ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് തന്നിട്ടുള്ള കൺസ്ട്രെയിൻസ് നോക്കിയിട്ടാണ്. നമുക്ക് തന്നിട്ടുള്ള കൺസ്ട്രെയിൻസിൽ ഈ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് ആയിട്ടുള്ള x ≥ 0ഉം y ≥ 0ഉം നിങ്ങൾ നോക്കണ്ട. അതെപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. 0യോ 0യ്ക്ക് മുകളിലുള്ള വാല്യൂ ആയിരിക്കും. നിങ്ങൾ അതല്ലാത്ത ഈ എക്സും വൈയും വെച്ചിട്ടുള്ള നമ്മൾ കണ്ടുപിടിച്ച പോയിൻറ്റ്സുകളില്ലേ, അതിൻ്റെ രണ്ട് കൺസ്ട്രെയിൻസ് ആണ് നോക്കേണ്ടത്. അപ്പോൾ 2x + y ≤ 20 ആണ്. x + 2yയും <= 20 ആണ്. രണ്ടും ലെസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുമ്പോൾ ഈ രണ്ട് ലൈനുകൾക്കും താഴെയുള്ള ഭാഗമായിരിക്കും നമ്മുടെ ഫീസിബിൾ റീജിയൻ. രണ്ട് ലൈനിൻ്റെയും താഴെ, രണ്ട് ലൈനിനും ഒരേപോലെ താഴെ വരുന്ന ഭാഗം, അതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. അപ്പോൾ ഈ ഒരു വരച്ചിട്ടുള്ള ഗ്രാഫിൽ ഈ രണ്ട് ലൈനുകൾക്കും താഴെ വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. നിങ്ങൾ നോക്കുക, ഈ ലൈനിൻ്റെ താഴ്ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും പെടും. പക്ഷെ നമുക്ക് ഈ ഭാഗം എടുക്കാൻ പറ്റില്ല. കാരണം അതെന്താണ്? അത് ഈ ലൈനിൻ്റെ മുകളിലാണ് വരുന്നത്. പിന്നെ ഈ രണ്ടാമത്തെ ലൈനാണ് നോക്കുന്നതെങ്കിൽ ഈ ലൈനിൻ്റെ താഴെ വരുന്നതാണ് ഈ ഭാഗവും. പക്ഷെ നമുക്ക് ഇതെടുക്കാൻ പറ്റില്ല. കാരണം അതെന്താണ്? അത് ഈ വരച്ചിട്ടുള്ള ഈ ലൈനിൻ്റെ മുകളിലാണ്. അപ്പം രണ്ട് ലൈനിനും താഴെ വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. നമ്മളോട് ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കാൻ മാത്രമല്ല പറയണത്, എന്തും കൂടെ പറയുന്നുണ്ട്. മാക്സിമൈസ് ദി ഫംഗ്ഷൻ x + 3y. ഈ ഫംഗ്ഷനെ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യാനും കൂടെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഈ ഗ്രാഫിലുള്ള ഓരോ കോർണർ പോയിൻറ്റ്സും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ നമ്മുടെ ഫീസിബിൾ റീജിയൻ്റെ കോർണർ എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ്റെ കോർണർ. അപ്പോൾ ഇതിന് ഞാൻ പേര് കൊടുക്കുകയാണ്. ഈ കോർണർ A, ഇത് B, ഈ കോർണർ C, ഇത് D. ഇങ്ങനെ 4 കോർണറാണ് ഉള്ളത്. ഇനി നമ്മൾ ഓരോ കോർണറിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റത്തെ കോർണർ എന്ന് പറയുന്നത് A ആണ്.
എ കോർണറിൻ്റെ വാല്യൂ എത്രയാണ്? അത് നമ്മുടെ ഗ്രാഫിൽ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ ഈ കോർണറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0, 10 ആണ്. ഇതാ ഈ കോർണറിൻ്റെ വാല്യൂ ആണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത് 0, 10. അപ്പോൾ എക്സും ഉണ്ട് വൈയും ഉണ്ട്. എക്സ് 0 ആണ് എ എന്ന് പറഞ്ഞ കോർണറിൽ, എ എന്ന് പറഞ്ഞ പോയിന്റിൽ എക്സ് 0 ആണ്, വൈ 10 ആണ്. അടുത്തത് ബി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇതാ ഇവിടെ. അതെന്താണ്? എക്സും 0 ആണ്, വൈയും 0 ആണ്. അടുത്തത് സി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിൽ എത്രയാണ് വരുന്നത്? സി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് 10, 0 ആണ്. ഇതാ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു 10, 0. നമ്മൾ ആദ്യം കണ്ടുപിടിച്ച പോയിൻ്റാണ്. നമ്മൾ ഇവിടെ നിന്ന് ലൈനൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ 10, 0 അതാണ് എന്ത്? എക്സ് 10 ആണ്, വൈ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ എ കോർണറിൻ്റെ പോയിന്റ്, ബിയിലെ പോയിന്റ്, സിയിലെ പോയിന്റ് ഇതൊക്കെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഡിയിലെ കണ്ടുപിടിക്കണം. ഡിയിലെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ഈ 2 ലൈനുകളും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഭാഗമാണ് ഈ ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഡിയിലെ പോയിന്റ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്യണം. അപ്പോൾ ഈ 2 ലൈനിൻ്റെ ഇക്വേഷന് ഞാനിവിടെ എഴുതുകയാണ്. എന്തൊക്കെയായിരുന്നു ലൈനിൻ്റെ ഇക്വേഷന്? 2x + y = 20. ഇതാണ് എന്ത്? ഫസ്റ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലൈൻ എന്ന് പറയുന്നത് എക്സ് + 2y = 20. ഇതായിരുന്നു രണ്ടാമത്തെ ഇക്വേഷൻ. ഈ 2 ഇക്വേഷനാണ് നമ്മൾ ഈ 2 ലൈൻസ് വരച്ചിട്ടുള്ളത്. അപ്പോൾ 2x + y = 20, x + 2y = 20. ഇവിടെ നിങ്ങൾ നോക്കുക, എക്സിൻ്റെ വാല്യൂസ് ആണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷനിൽ 2ഉം രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? വെറും എക്സ് എന്ന് മാത്രം കണ്ടാൽ അതെന്താണ്? എക്സ് ആണ്. വെറും എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മാത്രമേ ഉള്ളെങ്കിൽ അതിൻ്റെ അർത്ഥം എക്സ് എന്നാണ്. പിന്നെ ഇവിടെ വൈൻ്റെ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇക്വേഷനിൽ വൈ എന്ന് മാത്രമേ ഉള്ളൂ, അതായത് 1 വൈ. രണ്ടാമത്തെ ഇക്വേഷനിലാണെങ്കിൽ 2 വൈ. അപ്പോൾ എക്സിൻ്റെയോ വൈൻ്റെയോ വാല്യൂസ് എന്താണ്? ഒരേപോലെ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒരേപോലെ ആക്കിയാലേ നമുക്ക് വെട്ടിക്കളഞ്ഞിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഇവിടെ 2x + y = 20യും ഇവിടെ രണ്ടാമത്തെ ഇക്വേഷൻ x + 2y ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ എക്സിനെയോ വൈനെയോ ഏതിനെ വേണമെങ്കിലും നമുക്ക് ഈക്വൽ ആക്കാം. എക്സിനെയാണ് ഈക്വൽ ആക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ടാമത്തെ ഇക്വേഷനെ മൊത്തത്തിൽ 2 കൊണ്ട് ഗുണിച്ചാൽ ഈ എക്സ് ഈക്വൽ ആവും. മുകളിലും 2x ആവും, താഴെയും 2x ആവും. ഇനി വൈ ആണ് നമുക്ക് ഈക്വൽ ആക്കേണ്ടത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മുകളിൽ 1 വൈയും താഴെ 2 വൈയും ആണ്. അപ്പം മുകളിലുള്ള ഇക്വേഷനെ ഈ 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ മുകളിലും 2y ആവും. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നത് വൈനെയാണ് ഈക്വൽ ആക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഫസ്റ്റത്തെ ഇക്വേഷൻ എന്ത് ചെയ്യാണ്? y ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് 2 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇക്വേഷൻ വരിക 2x 2 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എക്സിനെയും ഗുണിക്കണം വൈനെയും ഗുണിക്കണം. അപ്പോൾ എക്സിനെയും വൈനെയും ഗുണിക്കുമ്പോൾ എങ്ങനെയാണ് വരിക? 2x × 2, 2 × 2 എന്ന് പറഞ്ഞാൽ 4x + y × 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2y = 20 × 2 എന്ന് പറഞ്ഞാൽ 40. അപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷനെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 4x + 2y = 40 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്യുക? അതേപോലെ തന്നെ എഴുതുക. x + 2y = 20. രണ്ടാമത്തെ ഇക്വേഷന് അതേപോലെ എഴുതി. ഇപ്പം എന്തായി? y ഈക്വൽ ആയി. ഫസ്റ്റ് ഇക്വേഷനിൽ 2y ആയി, രണ്ടാമത്തെ ഇക്വേഷനിലും 2y ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇത് തമ്മിൽ കുറയ്ക്കുക. അപ്പം 4xൽ നിന്ന് 1x കുറച്ചാൽ എത്ര കിട്ടുക? 3x ആണ് കിട്ടുക. 4xൽ നിന്ന് 1x കുറച്ചാൽ 3x എന്ന് കിട്ടും. പിന്നെ 2yയും ലെസ് ചെയ്താൽ 0 എന്നാവും. 40ൽ നിന്ന് 20 കുറച്ചാൽ നമുക്ക് 20 എന്ന് കിട്ടും. അപ്പോൾ 4x + 2y = 40ൽ നിന്ന് x + 2y = 20 ചെയ്യുമ്പോൾ നമുക്ക് 3x = 20 എന്ന് കിട്ടും. അപ്പോൾ 3x = 20 ആണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് നീക്കി എഴുതുന്നുണ്ട് കേട്ടോ. 3x = 20 ആണെങ്കിൽ x = 20/3. 20/3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 6.7 ആണ്. 20/3 ചെയ്യുമ്പോൾ 6.7 ആണ് കിട്ടുക. അപ്പോൾ ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ എക്സ് നമുക്ക് കിട്ടി എത്രയാണ്? 6.7
7 ആണ്. ഇനി നമുക്ക് y കിട്ടണം. y കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഈ എഴുതിയിട്ടുള്ള ഈ ഇക്വേഷനിലോ അല്ലെങ്കിൽ ഈ ഇക്വേഷനിലോ നമ്മൾ എക്സിൻ്റെ വാല്യൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് വൈൻ്റെ വാല്യൂ കിട്ടും. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്? ഫസ്റ്റത്തെ ഇക്വേഷനിൽ എക്സിന് 6.7 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷൻ 4x + 2y = 40 ആയിരുന്നു. അപ്പം 4x എന്നുള്ളിടത്ത് 4 × x 6.7 എന്ന് കിട്ടി പ്ലസ് 2y = 40. അപ്പോൾ 4 × 6.7 എന്ന് പറഞ്ഞാൽ 26.8 ആണ്. 26.8 പ്ലസ് 2y = 40. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? 2y കിട്ടണം. 2y കിട്ടാൻ എന്താ ചെയ്യുക? 40 ഇവിടെ പ്ലസ് ഉള്ള 26.8 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? മൈനസ് ആവും. 40 - 26.8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 13.2 എന്ന് കിട്ടും. 13.2. അപ്പോൾ 2y 13.2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ y കാണാൻ എന്ത് ചെയ്താൽ മതി? y = 2y 13.2 ആണെങ്കിൽ y എന്ന് പറയുന്നത് എത്രയായിരിക്കും? 13.2 / 2 13.2 / 2 ചെയ്യുമ്പോൾ 6.6 എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്നത് 6.7 ആണെന്ന് കിട്ടി. എക്സ് 6.7 ആകുമ്പോൾ വൈ എന്ന് പറയുന്നത് എത്രയാണ്? 6.6 ആണ്. എക്സ് 6.7 ആകുമ്പോൾ വൈ എന്ന് പറയുന്നത് 6.6 ആണ്. അപ്പം നമുക്ക് എല്ലാ കോർണറും കിട്ടി. എ ബി സി ഡി ഈ 4 കോർണറിലും എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളോട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യണം. നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് പ്ലസ് 3y ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. എക്സ് പ്ലസ് 3y ആണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. മാക്സിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷനിൽ നമ്മളിപ്പോൾ എഴുതിയ എക്സ് പ്ലസ് 3y എന്നുള്ള ഇക്വേഷനിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഈ പോയിൻറ്റ്സൊക്കെ എക്സിൻ്റെയും വൈൻ്റെയും സ്ഥാനത്ത് ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമൈസേഷന് എത്രയാണെന്നുള്ളത് കിട്ടും. അപ്പോൾ എക്സ് ഫസ്റ്റത്തതിൽ നോക്കുകയാണെങ്കിൽ എക്സ് 0 ആണ്. 3y എന്ന് പറയുമ്പോൾ 3 × 10. 3 × 10 എന്ന് പറയുമ്പോൾ 30 എന്ന് കിട്ടി. ഇനി അടുത്തതിൽ എക്സ് 0 ആണ്, വൈയും എത്ര തന്നെയാണ്? 0 ആണ്. അപ്പോൾ ഇത് ചെയ്യാനൊന്നുമില്ല, ഇതെന്തായാലും 0 ആയിരിക്കും. അടുത്തതിൽ എക്സ് 10 ആണ്. 3y എന്ന് പറയുമ്പോൾ 3 × 0 ചെയ്യുമ്പോൾ 10 ആണ് കിട്ടുക. അടുത്തത് എക്സ് 6.7 ആണ്. പിന്നെ 3y എന്ന് പറയുമ്പോൾ 3 × 6.6. 3 × 6.6 എന്ന് പറയുമ്പോൾ നമുക്ക് 26.5. ഇനി റൗണ്ട് ചെയ്തിട്ടാണെങ്കിൽ 27 26.5 എടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഓരോ പോയിൻറ്റ്സിനും കിട്ടുന്ന മാക്സിമം നമ്മളിവിടെ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിൽ നമ്മളോട് മാക്സിമൈസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിലെ ഏറ്റവും ഹയ്യസ്റ്റ് വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. 30 0 10 26.5 ഇതിലെ ഏറ്റവും ഹയ്യസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? 30 ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്നത് മാക്സിമം വാല്യൂ ഓഫ് എക്സ് പ്ലസ് 3y എന്ന് പറയുന്നത്, മാക്സിമം വാല്യൂ ഓഫ് എക്സ് പ്ലസ് 3y എന്ന് പറയുന്നത് 30 ആണ്. ആ 30 കിട്ടുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പോയിന്റിലാണ് ആ 30 കിട്ടുന്നത്. ഈ എ എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിൽ എക്സ് എന്ന് പറയുന്നത് 0 ആണ്, y എന്ന് പറയുന്നത് 10 ആണ്. ഇത്രയും നമ്മൾ ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ ആയിട്ട് എഴുതണം. ഇപ്പോൾ ഇനി നിങ്ങളോട് ഇവിടെ മാക്സിമൈസ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ തന്നിട്ടുള്ളത്. ഇനി നിങ്ങളോട് ക്വസ്റ്റ്യനിൽ മിനിമൈസ് എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ മാക്സിമൈസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചിട്ട് അതിലെ ഏറ്റവും മാക്സിമം വാല്യൂ, ഏറ്റവും ഹയ്യസ്റ്റ് വാല്യൂ നമ്മൾ എടുത്തു. ഇനി എങ്ങാനും ക്വസ്റ്റ്യനിൽ മിനിമൈസ് എന്ന് പറഞ്ഞിട്ടാണ്
3x + y അല്ലെങ്കിൽ x + 3y തന്നിട്ടുള്ളതെങ്കിൽ മിനിമൈസ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ ഈ വാല്യൂസിലെ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ആണ് എടുക്കേണ്ടത്. മിനിമൈസ് എന്ന് പറയുമ്പോൾ ഇതിലെ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ആണ് എടുക്കേണ്ടത്. മാക്സിമൈസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ആണ് എടുക്കേണ്ടത്. അപ്പോൾ ആ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുമ്പോൾ ക്വസ്റ്റ്യനിൽ ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ 2 ലൈൻസിൻ്റെയും താഴെ വരുന്ന ഭാഗമാണ് ഫീസിബിൾ റീജിയൻ. ഇനി ക്വസ്റ്റ്യനിൽ ഗ്രേറ്റർ ദാൻ ആണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസിനെ നമ്മൾ നോക്കണ്ട. അതല്ലാതെ നമ്മൾ കണ്ടുപിടിക്കുന്ന ആ പോയിൻറ്റ്സ് ഉള്ള 2 ഇക്വേഷൻ ഇല്ലേ, അതായത് ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിലാണെന്നുണ്ടെങ്കിൽ ഈ 2x + y <= 20, x + 2y <= 20, ഇത് രണ്ടും ലെസ് ദാൻ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഫീസിബിൾ റീജിയൻ കണ്ടുപിടിച്ചപ്പോൾ 2 ലൈനിൻ്റെയും താഴെയുള്ള ഭാഗം നമ്മൾ ഫീസിബിൾ റീജിയൻ ആയിട്ട് എടുത്തത്. ഇനി ഈ 2x + y ഇവിടെ <= പകരം greater than or equal to 20യും x + 2y greater than or equal to 20യും ആയിരുന്നെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ഈ 2 ലൈനിനും മുകളിൽ വരുന്ന ഭാഗമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഞാനൊന്ന് പറയാം. ഇവിടെ 2x + y greater than or equal to 20യും x + 2y greater than or equal to 20യും ആയിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഈ ഗ്രാഫിൽ നമ്മൾ 2 ലൈനിനും കോമൺ ആയിട്ട് വരുന്ന മുകളിലുള്ള ഭാഗമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ 2 ലൈൻസിനും കോമൺ ആയിട്ട് മുകളിൽ വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇതാ, ഈ ലൈനിൻ്റെ മുകളിൽ വരുന്ന ഭാഗമാണ് എന്ത്, ഇത്രയും ഭാഗം എന്ന് പറയുന്നത്. ഈ ലൈനിന് മുകളിൽ വരുന്ന ഭാഗമാണ് ഇത്രയും ഭാഗം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവിടെ ഗ്രേറ്റർ ദാൻ ആയിരുന്നു ഗ്രേറ്റർ ദാൻ ആണ് ക്വസ്റ്റ്യനിൽ എന്നുണ്ടെങ്കിൽ നമ്മുടെ കോർണർ പോയിൻറ്റ്സ് വരിക അല്ലെങ്കിൽ ഫീസിബിൾ റീജിയൻ വരിക ഈ ഒരു ഭാഗമാണ്. ഈ 2 ലൈൻസിനും കോമൺ ആയിട്ടുള്ള മുകൾ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഈ 2 ലൈൻസിനും കോമൺ ആയിട്ടുള്ള മുകൾ ഭാഗം. നമ്മൾ വരച്ചിട്ടുള്ള ഈ ലൈനിൻ്റെയും ഈ 2 ലൈനിനും മുകളിലാവണം. ഈ 2 ലൈനിനും മുകളിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് ഈ 2 ലൈനിൻ്റെയും മുകളിൽ വരിക. അപ്പം നമ്മുടെ കോർണർ പോയിൻറ്റ്സ് മാറും. ഒരു കോർണർ എന്ന് പറയുന്നത് ഇതാവും, അടുത്ത കോർണർ എന്ന് പറയുന്നത് ഇതാവും, പിന്നെ ഒരു കോർണർ എന്ന് പറയുന്നത് ഇതാവും. അങ്ങനെ 3 കോർണർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കോർണറിൻ്റെ വാല്യൂ നമുക്കറിയാം 0, 20 ആണ്. ഈ കോർണറിൻ്റെ വാല്യൂ നമുക്കറിയാം 20, 0 ആണ്. അപ്പോൾ നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ ഭാഗത്തുള്ള പോയിൻ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അതെങ്ങനെ ചെയ്യുക, ഈ 2 ഇക്വേഷനും സോൾവ് ചെയ്യുക. നമ്മളിപ്പോൾ ഈ 2 ഇക്വേഷനും സോൾവ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള അതേ വാല്യൂ തന്നെയായിരിക്കും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ അപ്പോഴും കിട്ടുക. അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. മാക്സിമൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ളതിലെ മാക്സിമം വാല്യൂ ആണ് എടുക്കേണ്ടത്. മിനിമൈസേഷൻ എന്നാണെങ്കിൽ മിനിമൈസ് എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ ഈ കണ്ടുപിടിച്ചതിലെ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ആണ് എടുക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ 2 ലൈനിനും താഴെ വരുന്ന ഭാഗമാണ് നമ്മൾ ഫീസിബിൾ റീജിയൻ ആയിട്ട് എടുക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളതെങ്കിൽ 2 ലൈനിനും മുകളിൽ വരുന്ന ഭാഗമാണ് നമ്മൾ ഫീസിബിൾ റീജിയൻ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ലീനിയർ പ്രോഗ്രാമിങ്ങുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ ഭാഗം നിങ്ങൾ നന്നായിട്ട് നോക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എസ്സേ ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പഠിക്കുക കേട്ടോ.